ഇനി വരാനുള്ള ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മിത്രനെ അവിടെ ഉപേക്ഷിച്ച് പോകുകയാണ്. അച്ഛനും അമ്മയും അതുപോലെ തന്നെ ചെറിയച്ഛനും എല്ലാവരും അവിടെ നിന്ന് പോകുന്നുണ്ട്. അലോക് വളരെ ദേഷ്യത്തോടെയാണ് പോകുന്നത്. പക്ഷെ മുത്തശ്ശി പോകുന്ന സമയത്ത് ഇങ്ങനെ മിത്രയുടെ മുഖത്ത് നോക്കിയിട്ട് ആര്യന്റെയും മിത്രയുടെയും മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ആശീർവദിക്കുന്ന സന്തോഷം. മുത്തശ്ശിക്ക് എന്തായാലും ആര്യൻ മിത്രനെ വിവാഹം കഴിച്ചതിൽ നല്ല സന്തോഷമുണ്ട്. കാരണം മുത്തശ്ശിക്ക് മിത്ര അമേരിക്കയിലേക്കൊക്കെ പോകുന്നത് വലിയ വിഷമമുള്ള കാര്യമായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഗോമതിയുടെ അടുത്തല്ല, അപ്പൊ മിത്രനെ അവർ നോക്കിക്കോളും എന്നുള്ളൊരു സന്തോഷമുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ആശീർവദിക്കുന്ന രീതിയിലൊക്കെ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷമാണ് മുത്തശ്ശി പോകുന്നത്. പിന്നീട് ബാലൻ അകത്തേക്ക് പോകും. പിന്നെ എന്തായാലും എല്ലാവരും കൂടി അകത്തേക്ക് കയറി വരുന്നുണ്ട്. ഇവരോട് കയറണ്ടാന്നൊന്നും പറയില്ല, വിഷമത്തോടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ശരണും അമ്മയും കൂടി വന്നിട്ട് ബാലനോട് പറയുന്നുണ്ട് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞ് ആരും ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഇഷ്ടമില്ലാത്ത കല്യാണം ആയതുകൊണ്ടാണ് ഈ പെൺകുട്ടി അങ്ങോട്ട് ഓടിപ്പോയത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനിയിപ്പോൾ ഒരു കൂട്ടർ അവരുടെ വീട്ടുകാർ ബുദ്ധിയില്ലായ്മ പ്രവർത്തിച്ച പോലെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, നിങ്ങൾക്ക് ബുദ്ധിയും വിവരം ഉണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഇവരെ ഉപേക്ഷിക്കരുതെന്നൊക്കെ പറഞ്ഞിങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്കത് പറയാം, ഒരുത്തൻ തന്ന വേദന മാറിയിട്ടില്ല, അതിനുശേഷം അത് ഉണങ്ങിയിട്ടില്ല, അതിന് മുന്നേ തന്നെ അതിനുശേഷമാണ് ഇപ്പം ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ബാലൻ ഇങ്ങനെ വിഷമിക്കുക മാത്രമല്ല അവരോട് ഇങ്ങനെ പൊട്ടിത്തെറിക്കണൊക്കെ ഉണ്ട്. എന്തായാലും അതിനുശേഷം സ്വർണത്തിന്റെ കാര്യം എടുത്തിടുന്നുണ്ട്. അവരെന്തായാലും ആശീർവദിച്ച് അനുഗ്രഹിച്ചങ്ങനെ പറഞ്ഞയക്കുന്ന ഗോമതിയോട് യാത്രയൊക്കെ പറയുന്നുണ്ട്. ഗോമതി അവരുടെ മുന്നിൽ ആരും കാണാതെ ഇങ്ങനെ തൊഴുന്നു നിൽക്കുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട്. എന്താ കാരണം എല്ലാത്തിനും ഗോമതിക്ക് കൂട്ടുനിന്നത് അവരാണല്ലോ. ഗോമതിന് ഇതിന്റെ പിന്നിൽ എന്നുള്ള കാര്യം ആർക്കും അറിയില്ല. എന്തായാലും അവര് പിന്നീട് നമ്മുടെ ശരൺ ആര്യനോട് പറയുന്നുണ്ട് എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ച് നല്ലവരും സ്നേഹിച്ച് ജീവിക്കാൻ നോക്കുക. എന്തായാലും എൻ്റെ പടത്തിൽ ഒരു വേഷം നിങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ടെന്ന് ആര്യനോട് പറയുമ്പോൾ ആര്യൻ നന്ദിയൊക്കെ പറയുന്നുണ്ട്. ഞാൻ വിളിക്കാം, നല്ലൊരു വേഷം കിട്ടിയാൽ ഞാൻ നിങ്ങളെ വിളിക്കേണ്ടത്, ഇപ്പോൾ സന്തോഷത്തോടെ എല്ലാം മറന്ന് ജീവിക്കാൻ നോക്കുന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചിട്ട് അവർ പോകുന്നുണ്ട്. എല്ലാവരോടും നന്ദിയൊക്കെ പറയുന്നുണ്ട്. മീനാക്ഷി ആണെങ്കിലും അവരോടൊക്കെ നന്ദി പറഞ്ഞ് അങ്ങനെ അവർ പോയി. അതിനുശേഷം വീണ്ടും ബാലൻ റൂമിലേക്ക് പോകുന്നത്. ബാലൻ്റെ അടുത്തേക്ക് ഗോമതി ചെല്ലുമ്പോൾ ഗോമതിനോട് ദേഷ്യപ്പെട്ട് വീണ്ടും ഹാളിലേക്ക് വരും. എന്നിട്ട് പറയും നിന്റെ ആങ്ങളന്മാർ പറഞ്ഞത് കേട്ടില്ലേ, സ്വർണം പണവും ഞാനാണ് എടുത്തതെന്ന്. അതും എൻ്റെ തലയിലായില്ലേ, ഇനിയിപ്പോൾ നാട്ടുകാർ പറയുന്ന മുഴുവൻ ഞാൻ കേൾക്കണ്ടേ, സ്വർണവും പണവും ഞാൻ കാരണമാണ് ഇവരെടുത്തുകൊണ്ട് വന്ന് ഇവരെടുത്ത് എനിക്ക് കൊണ്ട് തന്നല്ലേ പറയുള്ളൂ. അതുകൊണ്ട് ഇവരിവിടെ സുഖമായിട്ട് ഇവരിവിടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ആ സ്വർണം തിരിച്ചു കൊടുക്കണം എന്ന് പറയും. ആ സ്വർണം തിരിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ മിത്രക്ക് ആകെ ഞെട്ടുണ്ട്. കാരണം അത് മിഥുൻ കൊണ്ടുപോയ സ്വർണം എന്നുള്ള കാര്യം ആര്യനും മീനാക്ഷിക്കും ഗോമതിക്കും മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ സ്വർണം തിരിച്ചു കൊടുക്കാൻ പറയാൻ പറ്റില്ലല്ലോ. ഒരു ദിവസം കൊണ്ടൊന്നും വന്നത് ചിലവായി എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ സ്വർണം അവിടേക്ക് കൊണ്ടു കൊടുക്കണം ഗോമതി. എത്രയും പെട്ടെന്ന് അത് അവനോട് അവിടെ എത്തിക്കാൻ പറ. അല്ലെങ്കിൽ എനിക്ക് തൈലുയർത്തി പിടിച്ച് കിടക്കാൻ പറ്റില്ല, എനിക്ക് ഞാൻ ഒരു മോളുള്ളതാണ്, എനിക്കൊരു മോനും കൂടി ഉണ്ട്, അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം എന്നൊക്കെ പറയും. അങ്ങനെ സ്വർണത്തിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നു. കാരണം അവരെ കൊണ്ട് കൊടുക്കാൻ പറ്റില്ല, അത്രയധികം സ്വർണ്ണമാണ് അവൻ കൊണ്ടുപോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വർണ്ണം എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് ഇങ്ങനെ എല്ലാവരും കൂടെ വിഷമിച്ച് നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കേണ്ടത്. പിന്നീട് അതുപോലെ തന്നെ മിത്രയുടെ വീട് കാണിക്കുന്നുണ്ട്. മിത്രയുടെ വീട്ടിൽ അമ്മയും ചെറിയമ്മയും കൂടി മുത്തശ്ശി കിടക്കുന്നിടത്ത് വന്നിരുന്ന അതിൽ കരയുണ്ട്. പറയുന്നത് നിങ്ങൾ എന്നെയും കൂടെ ഉറക്കൂലേ, നിങ്ങൾക്ക് മിണ്ടാണ്ടിരുന്നൂടെ, നിങ്ങൾ എന്തിലെങ്കിലും ആലോചിക്കും, നിങ്ങളുടെ മോള് നിങ്ങളുടെ കൺമുന്നിലില്ലേ. മാത്രമല്ല എൻ്റെ ഗോമതി അവിടെ ഉണ്ട്, അവളുടെ ആങ്ങളരെ മോളാണ് മിത്ര, അവളെ പൊന്നു പോലെ നോക്കും, നിങ്ങൾ നോക്കിക്കോ, അവളെ എവിടെ പോണേക്കാളും സുഖത്തോടെ അവൾ ജീവിക്കും എന്നൊക്കെ പറയുമ്പോൾ മിത്രയുടെ അമ്മയ്ക്ക് ചെറിയൊരു ആശ്വാസമൊക്കെ ആവുന്നുണ്ട്. പിന്നീട് സ്വർണം പിന്നെ അവിടെ വീടിന് ദേവമംഗലാണ് കാണിക്കുന്നത്. സ്വർണത്തിന്റെ കാര്യം തന്നെ ബാലൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. സ്വർണം കൊടുക്കാണ്ട് ആര്യനെയും മിത്രനെ അവിടെ ജീവിക്കാൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ അവിടെ ഇറങ്ങി പോകേണ്ടി വരുന്നൊക്കെ ഉള്ളൊരവസ്ഥ വരുന്നുണ്ട്. അങ്ങനെ ഇനി സ്വർണം ചിലവായി എന്ന് പറഞ്ഞതല്ലേ, പെട്ടെന്ന് തന്നെ മിത്ര ഇരിക്കുന്നിടത്ത് എഴുന്നേറ്റ് വരുന്നുണ്ട്. ഞാൻ കാരണം ഒരുപാട് പേര് അപമാനിക്കുന്നുണ്ട്, ഇനി ഒരു അപമാനം ഏറ്റെടുക്കേണ്ട ആര്യനായാലും, അതുകൊണ്ടെല്ലാം മാമനോട് സത്യം തുറന്ന് പറയാന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് മിത്ര നമ്മുടെ ബാലന്റെ മുന്നിലേക്ക് വന്ന് മാമാന്ന് വിളിക്കും. ബാലൻ നോക്കൂലേ, പിന്നെ രണ്ടാമതും മൂന്നാമതും വിളിക്കുമ്പോൾ ബാലൻ ഇങ്ങനെ നോക്കും. ആ സമയത്ത് അതിന് മുന്നേ മീനാക്ഷി പറയുന്നുണ്ട് ആ സ്വർണം മോഷണം പോയി മാമാന്ന് പറഞ്ഞപ്പോൾ അച്ഛാന്ന് പറഞ്ഞപ്പോൾ മോഷണം പോണാ, നീ എന്തീ പറയുന്ന മോളെ, നിങ്ങളുടെ പോലീസ് കംപ്ലൈന്റ് ചെയ്തില്ലേ, ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്നെ നാണം കെടുത്തണം അല്ലേ, എന്നെ ഒരു വില ഇല്ലാത്തതുകൊണ്ടല്ലേ നിങ്ങൾ സ്വർണം പോയി കള്ളം കൊണ്ടുപോയിട്ട് സ്റ്റേഷനിൽ ഒരു പരാതി പോലും കൊടുക്കാഞ്ഞത്, അതോ നിങ്ങൾ ആ സ്വർണ്ണം എന്ത് ചെയ്തു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് എല്ലാം കൂടെ പ്രഷർ താങ്ങാൻ പറ്റാണ്ടായപ്പോഴാണ് മിത്ര വന്നിട്ട് പറയുന്നത് ആ സ്വർണം എന്ന് പറഞ്ഞുള്ളൂ. അപ്പോഴത്തേനും മിത്രനെ പറയാൻ അനുവദിക്കുന്നില്ല. ആര്യൻ ചാടി വീണ് പറയുന്നുണ്ട് ആ സ്വർണം ഞാൻ എടുത്തെന്ന് പറഞ്ഞില്ലേ, ചിലവായി പോയി എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞപ്പോൾ
എന്താട്ടാ ചിലവാവാൻ ഒരു ദിവസം കൊണ്ട് നീ ആ സ്വർണ്ണം എന്താട്ടാ ചെയ്തതെന്ന് വെച്ചിട്ട് ആര്യൻ്റെ കവളത്തേക്ക് അടിക്കുന്നുണ്ട് ബാലൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആര്യന് ദേഷ്യം വരുന്നുണ്ട്. നിങ്ങളുടെ പണം, നിങ്ങളുടെ സ്വർണ്ണവും പണമൊന്നുമല്ലല്ല. അച്ഛനോട് ഒരു 1000 രൂപ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ അത് എന്തിനാണ് ഏതിനൊക്കെ അന്വേഷിക്കുള്ളൂ. ഇത് മറ്റുള്ളവരുടെ സ്വർണ്ണമല്ല. അതിന് അച്ഛൻ ഇതിൽ എൻ്റെ ഇടപെടേണ്ട. അച്ഛൻ്റെതായ കാര്യങ്ങൾ മാത്രം അന്വേഷിച്ചാൽ മതി. ഈ കാര്യത്തിൽ അച്ഛൻ ഇടപെടേണ്ട എന്നൊക്കെ പറയുമ്പോൾ ബാലൻ ഇങ്ങനെ ആകെ ഷോക്കാവുന്നുണ്ട്. ആര്യനിൽ നിന്നും ഇങ്ങനെ ഒരു വാക്ക് കേൾക്കുന്നിട്ട് പ്രതീക്ഷിച്ചില്ല. കാര്യം അത് മിത്രയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്നുള്ള കാര്യം മിത്രയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ഗോമതിക്ക് ഇല്ലെങ്കിൽ ആകെ ഷോക്കേറ്റ പോലെ ആവുന്നുണ്ട്. കൂടെ എല്ലാവരും മാമനും അതുപോലെ തന്നെ ഏട്ടനും ആനന്ദും ചോദിക്കുന്നുണ്ട്, നീ അച്ഛനോടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഇവിടുത്തെ സ്വർണ്ണം എടുത്താൽ മാത്രമല്ല വിഷമമുള്ളൂ, ഇതിപ്പോൾ അച്ഛന് അവകാശപ്പെട്ട സ്വർണ്ണം ഒന്നല്ലല്ലോ, അപ്പോൾ പിന്നെ അച്ഛൻ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞ് ആര്യ പെട്ടെന്ന് റൂമിലേക്ക് കടന്നു പോകുന്നുണ്ട്. അതോടുകൂടി പിന്നെ മിത്രയ്ക്കൊന്നും പറയാൻ പറ്റില്ല. മിത്രയും തിരിഞ്ഞു പോകും. ബാലൻ ഗോമതിയോട് പറഞ്ഞു, കേട്ടില്ലേ ഗോമതി, ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് അവൻ പറഞ്ഞ വാക്ക് കേട്ടില്ലേ, ആ സ്വർണത്തിനെ കുറിച്ച് എന്നോട് അന്വേഷിക്കേണ്ടാന്ന്. ഇനി ഞാനും ഇവനും തമ്മിലൊരു ബന്ധമില്ല, എനിക്കിങ്ങനെ ഒരു മോനും ഇല്ല, എനിക്കിനി ഇവൻ എൻ്റെ കൺമുന്നിൽ പോലും വരരുത്, ഇവനായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞ് ബാലൻ പിണങ്ങിയായിട്ട് നേരെ ഇറങ്ങി പോകുന്നുണ്ട്. പിന്നാലെ ഗോമതി കരഞ്ഞുകൊണ്ടൊക്കെ ചെല്ലുന്നുണ്ട്. അത് ഗോമതിയുടെ കരച്ചിൽ ശക്തി കൂടുന്നുണ്ട്. അങ്ങനെ മീനാക്ഷിക്ക് ദേഷ്യം വരുന്നുണ്ട്. മീനാക്ഷി ഗോമതിൻ്റെ റൂമിലേക്ക് വിളിച്ചിട്ട്, അമ്മ എന്തിനാ കരയണേ, അമ്മനോട് പറഞ്ഞതല്ലേ, ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന അറിഞ്ഞിട്ടല്ലേ അമ്മ ആര്യനെ കൊണ്ട് മിത്രയുടെ കഴുത്തിൽ താലി കെട്ടിച്ചത്, ഇതെല്ലാം കാലെ കൂട്ടി കണ്ടിട്ടല്ല അമ്മ അങ്ങനെ ചെയ്തത്. അപ്പം തന്നെ കൃഷ്ണമംഗലത്തെ മാമന് ഒരു കോൾ ചെയ്ത് അവൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ വന്ന് കൊണ്ടുപോയി എന്നില്ലേ, അതിലവസാനിക്കേണ്ട പ്രശ്നമല്ല, അമ്മ ഇത്രയ്ക്കും വലുതാക്കി ഇങ്ങനെ ആക്കിയെടുത്തത്, ഇനി അമ്മ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, മിണ്ടാണ്ടിരുന്നോന്ന് പറഞ്ഞ് മീനാക്ഷിക്ക് ദേഷ്യം വരുന്നുണ്ട്. ആകാശ് ഇതിലെ ചെറിയ ചെറിയ വാക്കുകളൊക്കെ കേൾക്കുന്നുണ്ട്. ലാസ്റ്റത്തേനി എന്തുകൊണ്ടാണ് അമ്മനോട് അങ്ങനെ പറഞ്ഞതെന്നൊക്കെ രഹസ്യമായി മീനാക്ഷിനെ വിളിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് മീനാക്ഷി ഒഴിഞ്ഞു മാറുള്ളൂ. മീനാക്ഷി പറയുന്നൊന്നുമില്ല. നമ്മുടെ ധർമ്മമാമനാണെങ്കിൽ ഇത്രയും ശത്രു എലി അതായത് കീരിയും പാമ്പും പോലെ നിന്നിരുന്നവരെ എങ്ങനെ വിവാഹം കഴിക്കും? ഉറപ്പായിട്ടും ഇതിലെന്തോ തിരിമറി നടന്നിട്ടുണ്ടെന്ന് ധർമ്മന് മനസ്സിലാവുന്നുണ്ട്. ധർമ്മൻ നമ്മുടെ മിത്രനോട് ചോദിക്കുന്നുണ്ട്, മിത്ര ഞാൻ എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ നീ വിശ്വസിക്കില്ല, നീ ഒരു റൗഡിനായിട്ടുള്ള മിണ്ടിയിരുന്നതും ഫോൺ ചെയ്തിരുന്നൊക്കെ കണ്ടിരുന്നത്, ഞാൻ വിചാരിച്ചത് നിന്നെ കാണാണ്ടായപ്പോൾ നീ അവൻ്റെ കൂടെ പോയിട്ടുണ്ടാവുമെന്ന്. എന്നിട്ട് പിന്നെ നീ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇവനെ നീ കല്യാണം കഴിച്ചതും ഇവർ ഗുരുവായൂർ പോയിരിക്കല്ലായിരുന്നോ, ഇവർ ഗുരുവായൂർ പോയതും നിങ്ങൾക്ക് എങ്ങനെ അറിയാം, നിങ്ങൾ ഇത്രയ്ക്കും പ്രായമായിരുന്നു എന്നൊക്കെ ചോദിക്കും. ആ സമയത്ത് മീനാക്ഷി ഓടി വന്ന് പറയും, അതേ മാമ, നമ്മളാരും അറിയാണ്ട് ഇവർ ഫോൺ ചെയ്തിരുന്ന് ഇവൻ ഗുരുവായൂർ എന്ന് അറിഞ്ഞത് കൊണ്ട് മിത്ര അങ്ങോട്ട് തേടി വന്നാന്നൊക്കെ പറഞ്ഞൊരു കണക്കിന് ധർമ്മൻ അവിടെ നിന്ന് ഒഴിവാക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മുടെ മിത്ര ദേവമംഗലത്തിൻ്റെ വരാന്തയിൽ നിൽക്കുമ്പോൾ അവർ കൃഷ്ണമംഗലത്തെ ഒരു ജനലിൻ്റെ സൈഡിൽ കൂടെ കർട്ടൻ പൊക്കിയിട്ട് മിത്രനെ ഇങ്ങനെ വിഷമത്തോടെ നോക്കുന്നുണ്ട് മിത്രക്ക് അച്ഛൻ. മിത്ര അത് കാണുന്നുണ്ട്. മിത്രയ്ക്ക് അത് വല്ലാത്ത വിഷമാകുന്നുണ്ട്. മിത്ര അങ്ങനെ അച്ഛാന്ന് വിളിച്ച് ചെല്ലുമ്പോഴത്തേനും അയാൾ അകത്തേക്ക് കയറിപ്പോവും. പിന്നീട് ചെറിയമ്മ വന്ന് ഉമ്മർത്ത് ചെടിയുടെ അവിടെ നിന്ന് വെള്ളം ബക്കറ്റൊക്കെ എടുക്കുന്ന സമയത്ത് മിത്ര ഓടിച്ചെന്ന് ചെറിയമ്മയെന്ന് വിളിക്കുമ്പോഴും മൈൻഡ് പോലും ചെയ്യാണ്ട് ചെറിയമ്മയും പോകും. അങ്ങനെ ഒരുപാട് വിഷമാവുന്നുണ്ട്. മീനാക്ഷി സമാധാനിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. നിനക്ക് ഓർമ്മയില്ലേ, ബസ് സ്റ്റോപ്പിൽ വെച്ച് എൻ്റെ അച്ഛനും അമ്മയും എന്നെ ആട്ടി പറഞ്ഞയച്ചത് ഓർമ്മയില്ലേ, അതിപ്പോൾ സഹിക്കാൻ അല്ലാണ്ട് നിവർത്തിയില്ല. ഇപ്പം നിനക്ക് എന്നെക്കാളും കൂടുതൽ വിഷമം ഉണ്ടാവും, കാരണം ഇവർ നിന്നെ കൺമുന്നിലുള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് നീ വിഷമിക്കൊന്നും വേണ്ട, കുറച്ച് നാൾ കഴിയുമ്പോൾ എല്ലാം ശരിയാവും എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവിടെ വീട്ടിൽ ബാക്കി എല്ലാവർക്കും സംശയം തന്നെയാണ്. ബാലനാണെങ്കിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല. ബാലൻ അന്വേഷിച്ച് ആനന്ദ് പോകുന്നുണ്ട്. ആനന്ദ് ചെല്ലുമ്പോൾ ബാലൻ കടയിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ പോലെ പൊട്ടിക്കരയാണ് ചെയ്യുന്നത്. എത്ര വിളിച്ചിട്ടും ബാലൻ ആനന്ദിൻ്റെ കൂടെ വരാൻ കൂട്ടാക്കില്ല. ബാലൻ അവിടെ തന്നെ കിടന്നുറങ്ങുമ്പോൾ ബാലൻ ഉപേക്ഷിച്ച് പോരാനും ആനന്ദിന് പറ്റാത്തത് കൊണ്ട് തന്നെ ആനന്ദ് ശരിക്കും അച്ഛൻ്റെ കൂടെ തന്നെ ആ കടയിൽ കിടന്നുറങ്ങണം ആ രാത്രി മുഴുവനും. അന്ന് രാത്രി എല്ലാവർക്കും വല്ലാത്ത വിഷമം തന്നെ. ആര്യനാണെങ്കിൽ മിത്രനെ കാണുന്നത് തന്നെ ആര്യന് വെറുപ്പാണ്. മിത്ര സംസാരിക്കാൻ വേണ്ടിയിട്ട് ആര്യൻ്റെ എത്തിക്ക് ചെല്ലുമ്പോൾ ആര്യൻ കണ്ട പാത്രങ്ങളൊക്കെ തല്ലി തകർത്ത് അകത്തേക്ക് പോകണ്. മിത്രയുടെ മുഖത്ത് പോലും നോക്കാണ്ട് മുകളിൽ ചെന്ന് കഴിഞ്ഞിട്ടാണ് ആര്യ കിടക്കുന്നത്. ആര്യൻ്റെ ജീവിതം അമ്മ നശിപ്പിച്ചു എന്നും പറഞ്ഞിട്ട് മീനാക്ഷി ഗോമതിനെ കുറ്റപ്പെടുത്തുന്നൊരു ഭാഗമൊക്കെ ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.